അളിയന്റെ കാറുമായി ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ഇടതുവശത്തു കൂടി പാഞ്ഞു വന്ന ഒരു സ്കൂട്ടറുകാരി കാറിന്റെ ഇടതുവശത്തെ കണ്ണാടിയിൽ വന്ന് തട്ടി റോട്ടിൽ വീണു. ഞാൻ പെട്ടെന്ന് കാർ ഒതുക്കി ഓടിച്ചെന്നപ്പോഴേക്കും ടൗണിൽ ആളുകൂടി പെൺകുട്ടിയെ പൊക്കിയെടുത്ത് സ്നേഹം കാട്ടി. ഞാനെന്തോ കൊലപാതകം ചെയ്തതുപോലെ എല്ലാവരും എന്നെ തുറച്ചു നോക്കിയപ്പോൾ ആ മാനിയായ ഉമ്മച്ചിക്കുട്ടി ഇടയ്ക്ക് കയറി പറഞ്ഞു, എൻ്റെ മിസ്റ്റേക്കാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. എങ്കിലും കയ്യിൽ ചെറുതായി ചോര പൊടിഞ്ഞത് കണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ നിർബന്ധിച്ചു. പക്ഷേ അവൾ വിസമ്മതിച്ചപ്പോൾ ഞാൻ എൻ്റെ കാർഡ് കൊടുത്തിട്ട് ചിരിച്ച് കാണിച്ച് തിരിച്ചു പോന്നു. വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു. ഫോൺ എടുത്തതേ ഓർമ്മയുള്ളൂ. പന്ന കാഫ്രേ, ഒരു പെങ്കൊച്ചിനെ ഇടിച്ച് കൊല്ലാറാക്കിയിട്ട് നീ മുങ്ങിയല്ലടാ. എനിക്ക് പെട്ടെന്ന് കത്തി. ആ കൊച്ചു റോഡിൽ തല്ലിയടിച്ച് വീണിട്ട് നടുവിന് പരിക്ക് പറ്റിയത്രേ. ഞാനാണത്രേ കാരണം. അവിടുന്ന് നിർത്താതെ ദേഷ്യപ്പെടുന്നത് തുടർന്നപ്പോൾ ഞാൻ പതുക്കെ ഇടയ്ക്ക് കയറി, ഇക്ക ഈദ് മുബാറക്. സ്വിച്ച് ഇട്ടതുപോലെ ആ ശബ്ദം നിന്നു. 2-3 സെക്കൻഡ് ഞങ്ങൾക്കിടയിൽ കനത്ത നിശബ്ദത. ആ തക്കം നോക്കി ഞാൻ വീണ്ടും കോളടിച്ചു. ഇക്ക, തെറ്റ് എൻ്റെ ഭാഗത്തല്ല. എങ്കിലും ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ മടിക്കാതെ പറയണേ. ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണമെന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ശബ്ദം കുറച്ച് താഴ്ന്നു കേട്ടു. കുഴപ്പമില്ല മോനെ, ഓൾക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പറഞ്ഞിരുന്നു. സോറി, ഈദ് മുബാറക്. കോൾ കട്ടായി. എനിക്കത് ഒത്തിരി ഇഷ്ടമായി. ഒന്ന് കൈവിട്ടു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അടി വീണേനെ. ഏവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.